ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു പാസ്തയുടെ റെസിപ്പിയാണ്. ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയുടെ ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് 2 കപ്പ് പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട് പാൻസിൻ്റെ പെന്നെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പാസ്തയുള്ള വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. മാക്രോണി വെച്ചിട്ടും ഉണ്ടാക്കാം. ഇതെല്ലാം ഓരോ ടൈപ്പ് പാസ്തയാണല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. വേവണം എന്നാൽ വെന്തുടയണ്ട ആ ഒരു ടൈപ്പ്. അത് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നോക്കിയിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ അത് നമുക്ക് കോരി മാറ്റാം. ഇവിടെ ഇപ്പോൾ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് നമുക്ക് കോരി മാറ്റാം. കോരിയതിന് ശേഷം അതൊരു സ്ട്രെയിനറിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ചൂട് പോയതിന് ശേഷം ഇത് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ബട്ടറിൽ കിടന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി അരിഞ്ഞതും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി അത് ചെറുതായി അരിഞ്ഞതും പിന്നെ 1 ക്യാരറ്റ് ഇതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ മൈദയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു ക്രീമി ടെക്സ്ചറാവും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതവിടെ ഇപ്പോൾ മൈദയുടെ സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഒരു ക്രീമി ടെക്സ്ചറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിച്ച പാലാണ്. അതൊരു കപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ക്രീമായിരിക്കും. ആ ഒരു പരുവത്തിൽ വേണം. ഇതാ കണ്ടില്ലേ, മൈദയെല്ലാം കട്ടകളെല്ലാം ഉടഞ്ഞിട്ട് നന്നായിട്ടൊരു ക്രീമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റിയ പാസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ കറക്റ്റ് അളവിൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുറേശ്ശെ ആയിട്ടാണല്ലോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റിയ പച്ചക്കറി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് കോൺ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പാസ്ത വേവിച്ച വെള്ളത്തിൽ നിന്ന് 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഈ പാസ്ത ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഫ്രഷ് ക്രീമും ചീസും ഒക്കെ ഓപ്ഷണലാണ്. വേണമെച്ചാൽ മാത്രം ചേർത്ത് കൊടുക്കാൻ മതി. ഇപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ഇവിടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ചില്ലി ഫ്ലേക്സോ കുരുമുളകിൻ്റെ അളവൊക്കെ കൂട്ടാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്. കയ്യിലുണ്ടെങ്കിൽ മാത്രം
ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടെയാണ്. കുട്ടികൾ ഉറപ്പായിട്ടും ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്